ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് പറയുന്നത് ബെസ്റ്റ് ചോയ്സ് എവറിൻ്റെ എപ്പിസോഡ് 15 ആണ് കാണാൻ പോകുന്നത്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ മായിയുടെ അമ്മയാണെങ്കിൽ പാചകം ചെയ്യുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ പോയതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് ഷോക്ക് അടിക്കുകയാണ്. മായിയാണെങ്കിൽ ഇവിടെ ഇരുന്ന് കുക്ക് ചെയ്യൊന്നും വേണ്ട പറഞ്ഞിട്ട് 4 പേരേനും പുറത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നത് എൻ്റെ വിധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുടെ വിഷമം. കാരണം ഗവൺമെൻറ് ആ ഒരു വീട് മാത്രം വാങ്ങിച്ചില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം വിഷമമൊക്കെ ഉണ്ട് ആൾക്ക്. ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ ജീവിക്കരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ജ്വാലാൻ്റെ ഒപ്പമുള്ള റിലേഷൻഷിപ്പ് സെറ്റാക്കാൻ നോക്കിയത്. പക്ഷേ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്ന് പറയുമ്പോൾ അവിടുത്തെ അച്ഛൻ പറയുന്നുണ്ട്, അല്ല നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, അവളോട് പറയണ്ടെന്നല്ല ഞാൻ ഇത്ര ദിവസം പറഞ്ഞത്. അവൾ പറയുമ്പോൾ അവൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, അതെ നിങ്ങൾ 3 പേരും നല്ല ബുദ്ധിമാന്മാരാ, ഇതിനിടയിൽ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അതെ എനിക്ക് ഈ ഒരു ജീവിതത്തിൽ നിങ്ങളെ ഭയങ്കര ഒരു സന്തോഷമായിട്ട് കൊണ്ട് നടക്കാനൊന്നും പറ്റിയില്ല, എന്താപ്പോൾ ചെയ്യുക, എൻ്റെ കഴിവുകേട് എന്നൊക്കെ പറഞ്ഞിട്ട് സെഞ്ചി അടിക്കുമ്പോൾ മോള് പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ പറയല്ലേ, അമ്മ അങ്ങനെ ഓരോന്നും പറയും, എന്നാ സാബു അച്ഛനെ നോക്കിക്കോ, ഞാൻ അമ്മോട് പോയി സംസാരിക്കട്ടെ പറഞ്ഞിട്ട് അമ്മോട് സംസാരിക്കാൻ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് പറയാണ്, നിൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ജ്വാലാൻ്റെ വീട്ടിലേക്കൊക്കെ പോയതും കാര്യങ്ങളൊക്കെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒന്നിച്ചൂടെ എന്ന് പറയുകയാണ്. ഇവിടെ നമ്മുടെ മായിയാണെങ്കിൽ വീട്ടിലെ ആ ഒരു പരിപാടികൾ, അതായത് വീട് മുഴുവൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് എത്രയാവും എന്നൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് കുറേ പൈസ വരും. നമ്മുടെ അനിയനാണ് ഈ കുറച്ച് പൈസ അവൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ എന്താണ് നീ ഇത് അയച്ചിരുന്നത്, നിനക്ക് ജോലി കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളത്, നീ എടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഇതുപോലും തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ഈ ഫാമിലിയിൽ ആരുമില്ലാത്ത പോലെ ആയില്ലേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇവനക്കൊരു കോൾ വരികയാണ്. അതിൽ ആളുടെ ഒരു ബോസായിരുന്നു. ബോസ് പറയുന്നുണ്ട്, നീ നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇതായിരുന്നു വന്നത്. അവൻ താങ്ക് യു മെസ്സേജ് ഇട്ടിട്ട് അവൻ അങ്ങ് കിടന്ന് ഉറങ്ങാണ്. പിറ്റേ ദിവസം ഇവൻ നേരത്തെ ജോലിക്ക് പോകുന്നുണ്ട്. ഇവൻ പോയി നിൽക്കുന്നത് ആ ഒരു ഡെലിവറി ചെയ്യുമ്പോൾ അവൻ പറഞ്ഞല്ലോ ഈ ജോലി ഒരു പ്രശ്നമില്ലാത്ത ജോലിയാണെന്ന്, ആ ഒരു സ്ഥലത്തേക്കാണ് വന്ന് നിൽക്കുന്നത്. ഇവൻ നല്ലപോലെ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവനിക്കൊരു ഹെൽമെറ്റ്, പുതിയൊരു ഹെൽമെറ്റായി എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, മൊയിലിൻ്റെ ചെവി പോലെയാണ് അതിലുള്ളത്. അപ്പോൾ അതും വെച്ചിട്ട് ഭയങ്കര പ്രൗഡായിട്ട് പോയിക്കൊണ്ടിരിക്കും. മായി വർക്ക് ചെയ്യുന്ന പ്ലേസിലാണ് കാണിക്കുന്നത്. അവിടെ വെച്ചിട്ട് ഒരുത്തൻ്റെ ഫുഡ് മുഴുവൻ താഴെ പോയിട്ടുണ്ട്. കാരണം ഡെലിവറി താഴെ നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് വീണതാണ്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ നമ്മുടെ മായോട് പറയുമ്പോൾ അവൾ ക്ലീൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ജ്വാലൻ പറയാണ്, ഞാൻ 10,000 രൂപ തരാം, നീ തന്നെ ക്ലീൻ ചെയ്തോ എന്ന് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട്, എന്ത് ഞാൻ നമ്മുടെ മായയാണെങ്കിൽ നീ എന്താ എൻ്റെ ജോലിക്ക് പാര പണിതുകൊണ്ടിരിക്കുകയാണോ, ഒന്നും മിണ്ടാതെ പോയരാണെന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ 20,000 രൂപ തരാം, നീ തന്നെ ക്ലീൻ ചെയ്യുന്നോ പറയുമ്പോൾ ശരി ഓക്കെ നിങ്ങൾ പൊക്കോ, ഞാൻ അത് ക്ലീൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജ്വാലാനും മായും കൂടി പുറത്ത് പോവുകയാണ്. പുറത്ത് പോകുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് നിനക്കൊരു പുതിയൊരു ജോലി നിനക്ക് തരാനായിട്ട് എൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലെറ്ററാണ് ഇത്, നീ വെച്ചോളൂ. പിന്നെ എൻ്റെ ചേച്ചിക്ക് നിന്നോട് സോറി പറയണമെന്നുണ്ട്, അപ്പോൾ നീ ഒന്ന് സെറ്റാക്കണം എന്ന് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ ബ്രേക്കപ്പായി, നമ്മൾ തമ്മിൽ ഇനി വേറൊരു റിലേഷൻ ഇല്ല, ഇത് നിൻ്റെ ചേച്ചിയോട് പോയി പറയുന്നുണ്ട്. ഇവിടെ മിങ്ങാണെങ്കിൽ എന്തും അവിടെ നടക്കണേ എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുക. എൻ്റെ പരിപ്പ് എൻ്റെ കാലത്ത് വേവില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മായ അവിടെ നിന്ന് പോകുന്ന സമയത്താണ് മിങ്ങിന് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ ഇവളുടെ ക്യാരക്ടർ അങ്ങനെയാണ്, അവൾ ഗുഡാണ് എന്നുള്ള രീതിയിലെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് നമ്മുടെ ഹീറോ എന്ന് പറയുന്നത്, ഞാൻ എത്ര കൊല്ലമായി നിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്, അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ എനിക്ക് കാറാണോ ഇഷ്ടം സ്വീറ്റാണോ ഇഷ്ടം എന്ന് പോലും അറിയത്തില്ല, പക്ഷേ നമ്മുടെ മായയുടെ ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് അറിയാം എന്ന് പറയുമ്പോൾ നമ്മുടെ യാവു പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതെ പോടാ, നമുക്ക് ഗ്രാൻഡ്മാനെ കാണണം എന്ന് പറയുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ നടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ബിസിനസ്സിൻ്റെ കാര്യമായിട്ടാണ്. ആ സമയത്ത് നമ്മുടെ ജാവുവിനെ ഒരു വണ്ടിയിൽ തട്ടിയിട്ട് ആക്സിഡൻ്റ് ആവുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നടിയാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ചിട്ട് അവനക്ക് പറ്റിയ ആ ഒരു ഇഞ്ചുറി നോക്കുന്ന സമയത്ത് നമ്മുടെ ജാവുവിന് മനസ്സിലാവുന്നുണ്ട്, ഇവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അപ്പോൾ പറയുകയാണ്, ഞാൻ ഒരു ദിവസം ലീവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വലിയ പ്രശ്നമായി, അപ്പോൾ ഞാൻ റിസൈൻ ചെയ്യേണ്ടി വന്നു, നീ ഇത് വലിയ വിഷമമായിട്ട് എടുക്കണ്ട, പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു ജോലിയിലേക്ക് കയറും എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ മായി, എടാ നീ എന്താടാ എന്നോട് പറയാത്തെ, ഒരു നല്ല ചേച്ചി എന്ന നിലയിൽ എനിക്ക് നിന്നെ ഒരിക്കൽ പോലും നല്ലപോലെ നോക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, അതൊക്കെ വിട്ടേക്ക്, നമുക്ക് എന്താ പ്രശ്നം, നമ്മുടെ ഫാമിലി മുഴുവൻ ടാലൻ്റ് ഉള്ള ആൾക്കാരാണ്, നമുക്കെല്ലാം സെറ്റാക്കാമല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ നടിയാണെങ്കിൽ ശരിയാ നമുക്കെല്ലാം സെറ്റാക്കാം, ആദ്യം നമ്മുടെ ഈ വീടൊന്ന് ശരിയാക്കണം, പിന്നെ ഒരു പുതിയ വീട് വെക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്തടുത്ത സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ ജാവു പറയുന്നുണ്ട്, എന്നാൽ ശരി നീ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും EMI ഞാൻ അടിച്ചോളാം എന്നൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ വായ പറയുന്നുണ്ട്, നമ്മളെന്താ റിച്ച് ആയ പോലെ അല്ലേ എന്ന് പറയുന്നുണ്ട്. അതായത് സംസാരത്തിൽ ഇവർ ഭയങ്കര റിച്ച് എന്നുള്ള രീതിയിലായിരുന്നു സംസാരം.
അത് അവർക്ക് അപ്പോഴത്തെ ഒരു സന്തോഷം. ഇനി നമ്മൾ ഗ്രാൻഡ് മാനെ കാണാൻ വേണ്ടി വരുന്ന യാവോനാണ് കാണിക്കുന്നത്. യാവോ കുറേ സ്നാക്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ സ്നാക്സ് ഒന്നും ഗ്രാൻഡ് മിക്ക് വേണ്ട പറയുകയാണ്. അപ്പോൾ ആൾ പറയുന്നുണ്ട് ഞാൻ ക്യൂ നിന്ന് കഴിച്ചോളണം, മര്യാദയ്ക്ക് കഴിച്ചോളണം എന്ന് പറയുകയാണ്. അല്ലല്ല, നീ എന്നെ കാണാൻ വേണ്ടിയിട്ട് ധൃതി കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് എന്തോ ഒരു കാര്യമുണ്ട്, മര്യാദയ്ക്ക് കാര്യം പറയടാന്ന് പറയാണ്. അങ്ങനെ ഇവൻ പറയാണ് നമ്മുടെ മായി ഉണ്ടല്ലോ, അവളെ ഞാൻ എത്രയും സഹായിക്കാൻ നോക്കിയിട്ടും എനിക്കങ്ങ് പറ്റണില്ല. അവളാണെങ്കിൽ നമ്മൾ നേരിട്ട് സഹായം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളത് വാങ്ങത്തില്ല. നിങ്ങൾ എന്നെ പോയി ചോദിച്ചു നോക്ക് പറയുമ്പോൾ അവൾ ഗ്രാൻഡ് മാ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവളത് നിരസിക്കുകയാണ്. ശരിയാണല്ലോ, നീ കറക്റ്റായിട്ട് അവൾ ക്യാരക്ടറൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയാണ്. ഞാൻ നോക്കിക്കോളാമെന്നും ആൾ പറയുന്നുണ്ട്. അതിനുശേഷം ഒരു ഫിഷിങ്ങിന് പോവുകയാണ്. ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് അവൾ നല്ല പെൺകുട്ടിയാണ്, ഇവളെന്നെ കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു ഹോട്ടൽ നിങ്ങളുടെ പേരിലേക്ക് ആക്ക് എന്നൊക്കെ പറയാം. പക്ഷേ ഈ ഒരു ഹോട്ടൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തായാലും നമ്മുടെ മായിയുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് മായിനെ മുറുക്കി പിടിച്ചിട്ട് അങ്ങ് മുന്നോട്ട് പോയേക്ക്, വിജയം നിങ്ങൾക്ക് തന്നെ എന്ന് പറയുകയാണ്. നമ്മുടെ ജ്വാലനകത്ത് കയറി വരുന്ന സമയത്ത് നീ അവളൊന്ന് വിളിക്കുക എന്ന് നമ്മുടെ ചേച്ചി പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് പറ്റുമെങ്കിൽ നീ തന്നെ വിളിച്ചാൽ മതി എന്നിട്ട് ഫോണും കൊടുക്കുകയാണ്. നമ്മുടെ മായിയുടെ അമ്മ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ആൾക്കൊരു മെസ്സേജ് വരികയാണ്. നമ്മുടെ മായിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജ്വാലാൻ്റെ അച്ഛൻ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ വരാൻ പറയുമ്പോൾ ആൾ പറയുന്നുണ്ട് ആദ്യം ആലോചിക്കുമെങ്കിലും പിന്നെ രണ്ടാമത് പോകുമ്പോൾ അവിടെ സിസ്റ്ററാണ് വന്ന് നിൽക്കുന്നത്. മെസ്സേജൊക്കെ ഫോർവേഡ് ചെയ്തത് ആളുടെ പണിയായിരുന്നു. അപ്പോൾ ആൾ പറയുന്നുണ്ട് നമ്മുടെ ജ്വാലാൻ്റെയും പിന്നെ നിങ്ങളുടെ മോളുടെയും പരിപാടികളൊക്കെ നമുക്ക് സെറ്റ് ആക്കണ്ടേ എന്ന് പറയുമ്പോൾ അവർ എന്തൊക്കെയോ പ്ലാൻ ഇടുന്നുണ്ട്. അതിനുശേഷം ജ്വാലനെ കാണാൻ പോവുകയാണ്. ജ്വാലനോട് പറയുന്നുണ്ട് ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നല്ല മുഖ്യമായ ഒരു സംഭവം നടക്കാൻ പോകുന്നൊരു ദിവസമാണ്, അപ്പോൾ നീ പെട്ടെന്ന് എണീച്ച് റെഡി ആവാൻ പറയുകയാണ്. അപ്പോൾ ആൾ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ബ്രേക്കപ്പാണ്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് സെറ്റ് ആയിക്കോളും, അപ്പോൾ നിങ്ങൾ ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവൾ എന്നോട് ഒന്ന് ക്ഷമിച്ചോളും, അതുകൊണ്ട് പ്ലീസ് കുറച്ച് ടൈം എനിക്കും അവൾക്ക് വേണ്ടി തരാം. ഇവിടെ മായിയുടെ അമ്മ മായിയുടെ ബന്ധക്കാരെയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് അവർ വലിയൊരു ഹോട്ടലിലേക്ക് പോവാണ്. അത് നമ്മുടെ മായി മുമ്പ് വർക്ക് ചെയ്തിരുന്ന ആ ഒരു വലിയ ഹോട്ടലായിരുന്നു. അവിടേക്ക് വന്നിട്ട് നമ്മുടെ മായിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. എടി ഞങ്ങൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറയുമ്പോൾ ആൾ പറയുന്നുണ്ട് നീ എന്താ റിലേറ്റീവ്സിനെ വെച്ച് കളിക്കുകയാണോ, പെട്ടെന്നോട് വന്നേന്ന് പറയുന്നുണ്ട്. ഇതോട് കൂടിയിട്ടാണ് എപ്പിസോഡിൻ്റെ ഇനി നടക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.